ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് കൃപയാൽ ദാനമായി തന്നു. നാം കൂടി വരുമ്പോഴൊക്കെയും ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്വരം കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. വീണ്ടും വീണ്ടും പറയാറുള്ളത് പോലെ ഇന്നും പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ഭൂമിയിൽ ആരെയും ആശ്രയിക്കരുത്. ഒരു മനുഷ്യൻ്റെയും പിന്നാലെ നിങ്ങൾ നടക്കരുത്. ആരെയാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്? യേശുവിൽ മാത്രം, വേറെ ആരെയും ആശ്രയിക്കരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് അനുഭവങ്ങൾ പറയേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒരു ദൈവ പൈതൽ വിശ്വാസിയായി നിന്ന് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം നിങ്ങൾ നിശ്ചയമായും ഉറച്ചുകൊള്ളൂ, കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കും. ഇതൊരു സത്യമായ യാഥാർത്ഥ്യമാണ്. പണ്ടെങ്ങാനും പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമല്ലല്ലോ. നാം എത്രയെത്ര അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ദൈവങ്ങളതെല്ലാം പറയുമ്പോൾ നാം സ്വന്തം ജീവിതത്തിൽ ഇതെല്ലാം അനുഭവമാക്കിയെടുക്കണം. എന്നാൽ ഭയാനകമായൊരു സത്യം നിങ്ങൾ മറക്കരുത്. എത്ര വിലയേറിയതാണ് ദൈവരാജ്യം. കേൾക്കൂ, നിങ്ങൾ മറക്കരുത്. ഹൃദയപ്പലകയിൽ എഴുതിയിട്ട് കൊള്ളണം. നീതിമാൻ, ഒരു സെയിന്റ്. കേൾക്കൂ, നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വിശുദ്ധൻ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവിതം എന്നേക്കുമായി യേശുക്രിസ്തുവിനായി തീരെഴുതി കൊടുത്തവൻ, കർത്താവിനായി എന്നേക്കുമായി വിട്ടുകൊടുത്തവൻ. സ്വന്തം ഇഷ്ടം നടക്കണ്ട, കർത്താവെ എൻ്റെ ആഗ്രഹം നടക്കണ്ട, എൻ്റെ താല്പര്യം നടക്കണ്ട. എൻ്റെ മകൻ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോകാനാണ്ട് എനിക്ക് താല്പര്യം, എന്നാൽ കർത്താവെ അവിടുത്തെ തിരികെ നടന്നാൽ മതി. എൻ്റെ മകൻ്റെ വിവാഹം ഉടനെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എന്നാൽ കർത്താവെ അവിടുത്തെ തിരിഹിതം പോലെ നടന്നാൽ മതി. ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് അത് ത്യജിച്ചിട്ട് കർത്താവിന് വേണ്ടി മാത്രം, കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതിയെന്ന് വ്യക്തമായി തീരുമാനമെടുത്ത് പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് മരിക്കേണ്ടി വന്നാലും മരണത്തോളം, പ്രാണത്യാഗത്തോളം എൻ്റെ ജീവിതത്തിലൊരു പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയും വിശുദ്ധരുടെ ഗണത്തിലാണ് വിടുന്നത്. അവർ തികഞ്ഞു എന്നല്ല പറഞ്ഞത്. എന്നേക്കുമായി പാപത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തോട് എന്നേക്കുമായി യാത്ര വന്നു, അശുദ്ധിയോട് യാത്ര പറഞ്ഞാൽ അവൻ വിശുദ്ധനായി തീരുന്നു. പൂർണ്ണതയിലേക്ക് എത്തിയെന്നല്ല പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരാണ് വിശുദ്ധര്? ദൈവത്തോട് എന്നേക്കുമായി വാക്ക് പറയുന്നു, മുഴുവനായും ഒന്നുമില്ലായ്മ സമ്മതിച്ചുകൊണ്ട് മുഴുവനും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവെ എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിച്ചാൽ മതി. കർത്താവെ എൻ്റെ സ്വന്തം താല്പര്യം നടക്കണ്ട, എൻ്റെ സ്വന്തം ആഗ്രഹം നടക്കണ്ട, എൻ്റെ ആഗ്രഹം ഇന്നതാണ്, എന്നാൽ അത് നടക്കണ്ട കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നവർ കേൾക്കണമേ. എൻ്റെ ആഗ്രഹം ഇന്നതാണെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിക്കുന്നവർ, അങ്ങനെ അത് ശരിയായ പ്രാർത്ഥനയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടന്നാൽ മതി എന്ന് നാം പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലും. തിരുവിഷ്ടം പോലെ എൻ്റെ തിരുവിഷ്ടം പോലെ തിരുവിഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ആകണമെന്ന് നാം പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന നാം അർത്ഥവത്തായിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു നിരാശാജനകമായ കാര്യം സംഭവിക്കുന്നു. ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്, നിങ്ങൾ കേൾക്കുന്നവരെല്ലാവരും ഇത് വാസ്തവമായി മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് പോകാനായിട്ട്, ഇപ്പോൾ UK പോകാനായിട്ട്, അല്ലെങ്കിൽ US പോകാനായിട്ട്, അതല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിനോ ന്യൂസിലൻഡിനോ ഏതെങ്കിലും രാജ്യത്ത്, ദുബായിലോ എവിടെയെങ്കിലും പോകാനായിട്ട് പരീക്ഷ എഴുതുന്നു. നേഴ്സാണെന്നിരിക്കട്ടെ, പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നില്ല. 1 എഴുതി, 2 എഴുതി, 3 എഴുതി, ഉടനെ നിരാശപ്പെടുകയാണ്. എഴുതണ്ടെന്നല്ല പറഞ്ഞത്, പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ദൈവ വൈതലേ, നിങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായതും നിയതമായതും കൃത്യമായതുമായുള്ള പദ്ധതി ജീവനുള്ള ദൈവത്തിനുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ പോകണ്ടെന്നാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നിരാശപ്പെടരുതെന്ന്. എൻ്റെ ദൈവം അറിയാതെ ഒരു തലമുടി പോലും താഴെ വീഴുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം, ആ ഒരു വിശ്വാസം, എൻ്റെ ദൈവം എന്നെ കണ്ടു, ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ജീവനുള്ള ദൈവം കണ്ടതുകൊണ്ടാണ് ഇവിടെ കടന്നു വരാൻ ഇടയായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത്? കൂടി വരുന്നവർ വിശുദ്ധരായി തീരണം, വ്യക്തമായി ജീവിതം ക്രിസ്തുവിന് വിട്ടുകൊടുത്തവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനമായിട്ട് നിന്നാൽ, അവർ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കും. ഒരു സംശയവുമില്ല. വിശുദ്ധരായി നിൽക്കണമെന്ന്. ജീവിതത്തിൽ എന്നേക്കുമായി പാപത്തോട് യാത്ര പറയണം. പാപം വെച്ചുകൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം. ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണം. എന്താണ് പറഞ്ഞത്? നീതിമാൻ, ഒരു വിശുദ്ധൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്ത് എന്ന് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. എത്ര സൂക്ഷ്മതയോടെ നാം ജീവിക്കണം. പുറമേ മദ്യപിക്കുന്നില്ല, പുറമേ സിനിമ കാണുന്നില്ല, പുറമേ അഴുക്കായ പടം കാണുന്നില്ല, പുറമേ അഴുക്ക് വാക്കുകൾ പറയുന്നില്ല, പുറമേ കോപിക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ നീരസം പുകയുന്നുണ്ടോ? പാപമാണെന്നറിഞ്ഞുകൊള്ളണം.
ഇതാണ് തിരുത്തേണ്ടത്, അതാണ് പറിച്ചു മാറ്റേണ്ടത്. ഇതൊന്നും പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യർക്ക് മനസ്സിലാകുമോ? പല രംഗത്തുകളെയും ഞാൻ കുറ്റം പറയുകയില്ല. പലപ്പോഴും എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു, വരുന്നു, കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, എല്ലാവരും പല രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കുന്നു. എല്ലാം ശരിയാണോ തെറ്റാണോ നമ്മളാരെയും വിധിക്കുന്നില്ല. എന്നാൽ എന്താണ് വാസ്തവമായ വിശുദ്ധീകരണത്തിൻ്റെ വഴി? എന്താണ് വിശുദ്ധിയുടെ വചനം? പാപബോധം കിട്ടുന്നു. വിശ്വാസികളായി വേണം നാം ഓരോരുത്തരും വരാനായിട്ട്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ അത്ഭുതം വേണമോ? എന്താണ് അത്ഭുതം? രോഗം മാറുന്നതല്ല അത്ഭുതം. രോഗം മാറുന്ന അത്ഭുതമാണ്. എൻ്റെ അപ്പൻ ഭ്രാന്തനായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ഭ്രാന്ത് മാറി, അത് അത്ഭുതമാണ്. എന്നാൽ ഭ്രാന്ത് മാറി എന്നുള്ളതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ഭൂമിയിലെ ജീവിതം നല്ല രീതിയിൽ സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റും. ആളുകൾ ചീത്ത വിളിക്കുകയില്ല. എന്നാൽ ഭ്രാന്ത് മാറി എന്നുള്ളതുകൊണ്ട് ദൈവരാജ്യത്തിലെത്തുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനെ ചങ്കനുള്ളിൽ വസിക്കണം. എൻ്റെ യേശു ദുഃഖിക്കരുത്, എൻ്റെ യേശു കരയരുത്, കർത്താവ് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. എത്ര മനോഹരമായിട്ട് ദൈവം നമ്മെ നടത്തുന്നു. എല്ലാം അത്ഭുതകരമായ അനുഭവങ്ങൾ. നാം അനുഭവം പ്രാപിക്കണം. നാം ഓരോരുത്തരും ചാടി എഴുന്നേറ്റ് വരണം. നാം എല്ലാവരും അനേക സ്ഥലങ്ങളിൽ ഇനിയും കൂട്ടായ്മ നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ദൈവവചനം പറയുന്നവരായി തീരണം. ചെറുപ്പക്കാർ വരണം, എല്ലാവരും ചാടി എഴുന്നേറ്റ് വരണം. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ്? വ്യക്തമായ തീരുമാനം. ഞാൻ എടുക്കേണ്ട തീരുമാനം ഞാൻ എടുക്കണം. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നേ പറ്റുകയുള്ളൂ. എൻ്റെ ഭാഗത്ത് ഞാൻ എടുക്കേണ്ട തീരുമാനം ഞാൻ എടുക്കണം. നിങ്ങൾ എന്ത് നല്ല ഉത്സാഹത്തോടെ കൈയടിച്ച് പാടിയാലോ? മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന് ശുദ്ധിയെ നീക്കിടുവാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന് ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവം സത്യത്തിൽ നമ്മെ നടത്തുന്നു. ഇന്നോ സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്ന കാലം. ഇന്ന് സമാധാനമില്ല അനേകർക്ക്. എന്നാൽ സമാധാനം പറഞ്ഞുകൊണ്ട് ജനത്തിൻ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലത്തും വരാൻ ഇടവരരുത്. എന്നും എന്താണ്? ആത്മാവിൻ്റെ ശബ്ദം, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ പാപത്തോട് കോംപ്രമൈസ് കൊണ്ടൊരു ജീവിതമില്ല. പാപത്തെ വെറുത്തുപേക്ഷിച്ചേ പറ്റുകയുള്ളെന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു തരും. അതാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗം. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാൽ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ. എത്രത്തോളം 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് ജീവിക്കുമെന്നാണ് ചോദിച്ചത്. 2 തോണിയിൽ കാൽ വെച്ചുള്ള ജീവിതം അത് അപകടകരമാണ്. കൂട്ടായ്മയിൽ വരുമ്പോൾ കൂട്ടായ്മക്കാരൻ. അങ്ങനെയാണോ നാം ഓരോരുത്തരും? ചിന്തിക്കൂ. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം ലോകക്കാരനാണോ? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലാവരുടെയും തോളെ കൈയിടാൻ പോകരുതെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും തോളെ കൈയിടരുത്. എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കരുത്. കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നോക്കരുത്. 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ടുള്ള യാത്ര അപകടമാണ്. ചിന്തിച്ചു നോക്കൂ. 2 തോണി, 2 വള്ളത്തിൽ കാൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വള്ളത്തിൽ കയറിയിട്ടുള്ളവരാണ് പലരും, അല്ലേ? അല്ലെങ്കിൽ വള്ളം കണ്ടിട്ടുണ്ട്. വെള്ളത്തിലൂടെ വള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. 2 തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. വെള്ളത്തെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് എന്ത് സംഭവിക്കുന്നു? ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്ത് സംഭവിക്കും? മുങ്ങിപ്പോകും. ആരാ മുങ്ങിപ്പോകുന്നത്? തോണിയല്ല മുങ്ങണത്. ആ തോണിയിൽ 2 തോണിയിൽ കാൽ വെച്ചിരിക്കുന്നയാൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ഒന്ന് മാറിയാൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെറ്റല്ലാത്ത ഭാവനയിൽ ചിന്തിക്കാമല്ലോ. വള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 2 വള്ളങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാല് ഒരു വള്ളത്തിൽ, മറ്റൊരു കാല് വേറൊരു വള്ളത്തിൽ. അതങ്ങനെ പോയിക്കൊണ്ടിരുന്നാലോ അപകടമാണ്. കുഴി ചാടിപ്പോകും. ഒരിക്കലും അങ്ങനെ ആകരുത്. 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ടുള്ള യാത്ര. യഹോവ ദൈവമെങ്കിൽ അവനെ ആരാധിപ്പീൻ, ബാൽ ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ.
2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഇടവരരുത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം, ബാക്കി പറഞ്ഞോളൂ, ദൈവത്തിൻ്റെ ശത്രുവാകുന്നു എന്നാണ് തിരുവചനം. ഇന്നും ലോകത്തിൻ്റെ സ്നേഹിതന്മാരാണോ? ഇന്നും ലോകത്തിലുള്ളവരെ പ്രസാദിപ്പിക്കുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, സത്യം മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. ലോകത്തിലുള്ള എല്ലാവരെയും പ്രസാദിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ആരോടെങ്കിലും വഴക്കിടണം എന്നാണോ പറഞ്ഞത്? ആരോടെങ്കിലും വഴക്ക് കൂടിയേക്കാമെന്നാണോ? അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് ഓടണമെന്നാണോ പറഞ്ഞത്? അല്ല. വേർപാട്. എങ്ങനെ? എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരിക്കലും പാപത്തിനെ കിട്ടുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം. വേർപാട് പാലിച്ച് നിൽക്കേണ്ടടുത്ത് വേർപാട് പാലിച്ച് നിൽക്കുന്നു. വിശുദ്ധിയോടെ നിൽക്കും. ഞാൻ ജീവനുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അരുതാത്ത തെറ്റിലേക്ക് പോവുകയില്ല. കൂട്ടുകാർ പഠിക്കാൻ പോകുന്നു, പല സ്ഥലങ്ങളിലും പഠിക്കാൻ പോകുന്നു. ബാംഗ്ലൂർ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ദൂരെ സ്ഥലങ്ങളിൽ പോകുന്നു, അല്ല വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഭൂമിയിലാരും നമ്മെ കാണുന്നില്ല. എന്നാൽ ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, ഞാനൊരു വാക്ക് പറഞ്ഞവനാണ്. നാം ഓരോരുത്തരും വാക്ക് പറഞ്ഞവരാണോ? വ്യക്തമായി അങ്ങനെ വാക്ക് പറഞ്ഞവരാണെങ്കിൽ ഒരിക്കലും പിന്നെ പാപത്തിലേക്ക് പോയിക്കൂടാ എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിച്ചുണർത്തുന്നത്. ഒരിക്കലും പാപത്തോട് കോംപ്രമൈസുള്ള ജീവിതം ഒരിക്കലും നാം അപകടത്തിലായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളൂ. എത്ര സൂക്ഷ്മതയോടെ ജീവിക്കണം. എന്നാൽ ഉള്ളിൽ എന്ത് വരുന്നു? ഉള്ളിൽ ആത്മാവിൻ്റെ ആ സ്തുതിയുടെ ആ ശബ്ദം, അഥവാ ആ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സമാധാനം. എന്ത് വന്നാലും കുഴപ്പമില്ല, ആരെല്ലാം എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കർത്താവെ തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കർത്താവെ എനിക്ക് യേശു മതി എന്നുള്ള ആ ചിന്ത പയ്യെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പതിയെ മാറിപ്പോകുന്ന അവസ്ഥ വരുമ്പോൾ അസമാധാനം കടന്നു വരുന്നു. എന്താണ് പറഞ്ഞത്? ഒരിക്കലും ഒരു തമാശ പറയാൻ പാടില്ല, പൊട്ടച്ചൊല്ലും കളിവാക്കം പറയാൻ പാടില്ല. ഞാൻ എന്നോടും കൂടെ തന്നെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് കടിച്ചു പിടിച്ച് ജീവിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വേറൊരു കാര്യം, അധികം സംസാരിക്കരുത് ദൈവമക്കൾ, അധികം സംസാരിക്കരുത്. അതുകൊണ്ട് സംസാരം ചുരുക്കണം. ദൈവമക്കൾ ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചാൽ മതി. ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതം എവിടെയാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, യാത്രയിലാണെങ്കിലും, ഏത് കാര്യത്തിനും, എന്നാൽ വീട്ടിൽ സംസാരിക്കണം. ഭാര്യയും ഭർത്താവും സംസാരിക്കണം, കുഞ്ഞുങ്ങളുമായിട്ട് മിണ്ടണം. പക്ഷേ പുറത്ത് ഇറങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന പ്രകൃതം, മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിക്കുന്ന പ്രകൃതം എല്ലാം അപകടമാണെന്ന് അറിഞ്ഞുകൊള്ളൂ. എന്താണ് പറഞ്ഞത്? 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ടുള്ള യാത്ര അപകടമാണ്. നാം 2 തോണിയിൽ കാൽ വയ്ക്കരുത്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, കർത്താവേ ഒന്ന് പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും കാര്യം ചെയ്താൽ ഒരു കാര്യം ഇന്നുവരെ ശരിയായിട്ടില്ല, ശരിയാകുകയില്ലെന്നുള്ളൊരു ബോധ്യം, അത് നല്ലതാണ്. അത് ഏറ്റവും നല്ലതാണ്. ബലഹീനനായി എനിക്കും അബദ്ധങ്ങളെല്ലാം പറ്റിയിട്ടുള്ള എപ്പോഴാണെന്നറിയാമോ? ഒന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാതെ, പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാതെ, വേഗം എന്തെങ്കിലും കാര്യം പെട്ടെന്ന് എടുത്തിയാടി തീരുമാനം എടുക്കുന്നു. എന്നും അപകടം വരുത്തിയിട്ടുള്ളൂ. ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ കൃപ ചോർന്നു പോകാനിടവരെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ദൈവജനമേ, വായിക്കാം. മത്തായി സുവിശേഷം 6:24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 യജമാനന്മാരെ സേവിക്കുക. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരിക്കലും 2 യജമാനന്മാരെ സേവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല ഒരു ദൈവവൈതലിന്. എന്നും യേശുക്രിസ്തു മാത്രം, ഏത് കാര്യത്തിനും യേശുക്രിസ്തു മാത്രം. ക്രിസ്തുവിൽ എപ്പോഴും അള്ളിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതം. യേശു മാത്രം മതി എന്നുള്ള ചിന്ത, വേറെ ഒന്നും വേണ്ട. കർത്താവേ യേശു മതി, അവിടുത്തെ സ്ഥിര സാന്നിധ്യം മതി. കർത്താവേ അവിടുന്ന് മാറാതിരുന്നാൽ മതി, അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. എല്ലാറ്റിലും യേശുക്രിസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ദൈവവൈതൽ ഒരിക്കലും ഒരു അപകടം വരില്ലെന്നല്ല പറഞ്ഞത്, വീഴില്ലെന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും ഒരു തെറ്റും വരാതെ ഇങ്ങനെ ജീവിക്കുന്നല്ലോ പറഞ്ഞ് അങ്ങനെ ജീവിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു വാക്കിലൊരു തെറ്റ് വന്നു, ഒരു ചിന്തയിലൊരു തെറ്റ് വന്നു, അപ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ തിരുവചനത്തിന് മാറ്റമില്ല. വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു. നീതിമാൻ വീണാലും അവൻ നിലംപരിചാകുകയില്ല. വീഴ്ചകൾ വന്നേക്കാം, അബദ്ധങ്ങൾ വന്നേക്കാം, അപ്പോൾ തന്നെ തിരിച്ചറിയുന്നു. എപ്പോഴും യേശുവിൽ മാത്രം ആശ്രയമുള്ള ജീവിതം. അങ്ങനെയാണോ പ്രിയപ്പെട്ട ദൈവജനമേ? എന്തിനും ഏതിനും യേശുവിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ആയിരിക്കണം. ഇനിയും വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യം. എല്ലായിടത്തും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. എല്ലാം അറിയുന്ന ദൈവം. നിങ്ങളൊന്ന് ഹൃദയത്തിലേക്ക് നോക്കൂ. പ്രവൃത്തി അറിയുന്ന ദൈവം, നമ്മുടെ വാക്കുകൾ അറിയുന്ന ദൈവം, നമ്മുടെ ചിന്തകൾ അറിയുന്ന ദൈവം, എല്ലാം എഴുതി വെക്കുകയാണെന്നിരിക്കട്ടെ, എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, മറ്റുള്ളവർ വിധിക്കുന്ന പ്രകൃതം. ഞാനിതെല്ലാം പറയുന്നത് ചിലർക്ക് വന്ന വലിയ അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. 2 യജമാനന്മാരെ സേവിക്കുകയാണ്. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ജീവനുള്ള ദൈവമാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ, ജീവനുള്ള ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ആ ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കും.
എന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. സ്നേഹം എല്ലാവരോടും സ്നേഹമാണ്. ആരോടെങ്കിലും കൂടെ കൂടെ ചോദിക്കുകയാണ്, ആരോടെങ്കിലും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാകട്ടെ, ആരോടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പേര് ചീത്തയാക്കിയ ആളുകളായിക്കൊള്ളട്ടെ, ഇതെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ കേട്ട് എനിക്ക് ആരോടും ഇല്ലയെന്ന് വെറുതെ പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ, കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി വരണമെങ്കിൽ ആരോടും മുൻവിധി പാടില്ല. ആരെങ്കിലുമൊക്കെ ഇവിടുന്ന് കേൾക്കുന്നുള്ളവർ തിരുത്താനുള്ളത് തിരുത്തിയാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അവസാനം കൊയ്ത്ത് കഴിഞ്ഞു, ബാക്കി പറഞ്ഞോളൂ, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെടുന്നില്ല, നാശം വരുമെന്നാണ് പറഞ്ഞത്. നിത്യനരകത്തിയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. മരിച്ച ശേഷം ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിലേക്ക് ആരെങ്കിലും അയക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും പോഷത്വമാണെന്ന് അറിഞ്ഞുകൊള്ളുക. എൻ്റെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത്, ജീവനുള്ളപ്പോൾ, ബുദ്ധിയുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, ദൈവവചനം കേൾക്കാൻ അവസരമുള്ളപ്പോൾ, ഈ തിരുവചനം വായിക്കാൻ കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ, കേൾക്കാൻ ചെവിക്ക് കേൾവിയുള്ളപ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് മനം തിരിഞ്ഞ് പാപത്തോട് യാത്ര പറഞ്ഞ് 2 തോണിയിൽ കാൽ വെച്ച് ജീവിക്കാതെ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഒറ്റ തോണിയാകുന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനമുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിലെത്തുകയുള്ളൂ. അല്ലാതെ ആരും പേരിനൊന്ന് കൂട്ടായ്മയിൽ ഒന്നുകൊണ്ട് ദൈവരാജ്യത്തിലെത്തുകയില്ല. ആരെങ്കിലും പ്രസാദിപ്പിക്കാൻ കൂട്ടായ്മയിൽ ഒന്നുകൊണ്ടും ഒരിക്കലും ദൈവരാജ്യത്തിലെത്തുകയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടുന്ന് കൂട്ടായ്മയിൽ വന്നു, ദൈവത്തിൻ്റെ വചനം കേട്ടു. ഞാൻ പണ്ട് ഓർത്തിട്ടുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർത്തിട്ടുണ്ട്, അങ്ങ് കൂട്ടായ്മ പോയി തുടങ്ങിയ കാലത്ത് അന്ന് പലപ്പോഴും നോട്ടത്തിന്മേൽ ജയമില്ല, പലപ്പോഴും ചിന്തകളുടെ മേൽ ജയമില്ല, പലപ്പോഴും കൈകളുടെ മേൽ ജയമില്ല, വാക്കുകളുടെ മേൽ ഒട്ടും ജയമില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പണ്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, മറ്റു മനുഷ്യർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ചിന്തിക്കാൻ ഏറ്റവും അധമമായ ചിന്തയാണ്. ദൈവമക്കൾക്ക് എന്നും എന്തുണ്ട്? ഒരു മതിൽക്കെട്ടിനുള്ളിലായിരിക്കണം അവർ ജീവിക്കേണ്ടത്. തീമതിൽ സംരക്ഷണം കിട്ടണമെങ്കിൽ ആ മതിൽക്കെട്ടിൽ വേണം ജീവിക്കാൻ. എല്ലാത്തിനും വേണം ഒരു നിയന്ത്രണം. മറ്റു മനുഷ്യർ ജീവിക്കും പോലെ ജീവിക്കാൻ പറ്റില്ല. ഉഷ്ണവാനും ശീതവാനുമായിട്ട് ജീവിക്കരുത്. ഉഷ്ണവാനോ ശീതവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ലോകത്തിൻ്റെ വഴിക്ക് പോകാനാണോ പരിപാടി? ലോകത്തിൻ്റെ ഇമ്പത്തിനനുസരിച്ച് പോകാനാണോ പരിപാടി? ആരും നിർബന്ധിക്കുന്നില്ല. ആരും പിടിച്ചു കെട്ടുന്നുണ്ടോ? ദൈവം ആരെയും പിടിച്ചു കെട്ടിയിട്ടില്ല, പിന്നെ ഞങ്ങളായിട്ട് പിടിച്ചു കെട്ടുമല്ലോ, ഒരിക്കലുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവനുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. ആദാമിനെയും ഹവ്വായും ഏദൻ തോട്ടത്തിലാക്കി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ 1000കണക്കിന് 10000കണക്കിന് ഫലവൃക്ഷങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം തിന്നോളാൻ ദൈവം പറഞ്ഞു. എല്ലാം തിന്നാം, ഏത് വേണേലും ആസ്വദിക്കാം, ഏത് വേണേലും തിന്നാം, വയറ് നിറയെ കഴിക്കാം. എന്തുമാത്രം പഴങ്ങളുണ്ട്! എല്ലാ സ്ഥലങ്ങളിലും വിവിധ ടൈപ്പ് പഴങ്ങളുണ്ട്, അതെല്ലാം കഴിക്കാം. എന്നാൽ ദൈവം നടുക്കൊരു വൃക്ഷത്തെയാക്കി, നടുവിലൊരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നതെന്ന് പറഞ്ഞു. ഞാനന്ന് ചിന്തിച്ചിട്ടുണ്ട്, പോഷനായി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവം അത് ഉണ്ടാക്കാതിരുന്നായിരുന്നെങ്കിൽ, ദൈവം ആ മരം സൃഷ്ടിക്കാതിരുന്നായിരുന്നെങ്കിൽ, അല്ല ഇനി ദൈവം അത് ഉണ്ടാക്കിയെങ്കിലും അതിനൊരു വേലി കെട്ടിയിരുന്നെങ്കിൽ ഈ മനുഷ്യൻ അപകടത്തിൽ പെടുകയില്ലായിരുന്നല്ലോ എന്ന് ചിന്തിച്ച പോഷനാണ് ഞാൻ. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, പിന്നീട് ദൈവത്തിൻ്റെ വചനം മനസ്സിലായി വന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ദൈവം, കേൾക്കൂ, ദൈവം നിങ്ങളുടെ നമ്മുടെ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയില്ല. ജീവനുള്ള ദൈവം ആരെയും പിടിച്ചു കെട്ടുകയില്ല. ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമോ? 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ടുള്ള യാത്ര അപകടകരമാണ്. 2 യജമാന്മാരെ സേവിക്കുന്ന ജീവിതം വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞുള്ളൂ. ലോകത്തിൽ ചെല്ലുമ്പോൾ ലോകക്കാരനെ പോലെ ജീവിക്കുന്നു, കൂട്ടായ്മയിൽ വരുമ്പോൾ കൂട്ടായ്മക്കാരനെ പോലെ ജീവിക്കുന്നു, ദൈവമക്കളുമായിട്ട് ഒത്തടപഴകി ജീവിക്കുമ്പോൾ ശരി ദൈവഭക്തനാണെന്നുള്ള രീതിയിൽ ജീവിക്കുന്നു. എന്നാൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എങ്കിൽ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന് എന്താണ് പറഞ്ഞത്? നിത്യനരകത്തിയിലേക്ക് എറിഞ്ഞു കളയുമെന്നാണ് അതിൻ്റെ അർത്ഥം. നരകത്തിയിലേക്ക് എറിഞ്ഞു കളയുമെന്ന് പലർക്കും ഒന്നും മനസ്സിലാകുകയില്ല. നാം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട്, വ്യക്തമായും വിശുദ്ധിയുടെ വചനം കേട്ട് എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെയാണ് വിശുദ്ധരാകേണ്ടതെന്ന് വ്യക്തമായി ദൈവം നാളുകളായി പറഞ്ഞ് കേട്ട് നാം ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്.
അവരുടെ കാര്യത്തിൽ ആ യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്നവന് വളരെ അടികൊള്ളും. നാം അറിഞ്ഞവരാണ്. അറിഞ്ഞ സത്യത്തിനനുസരിച്ച് നാം ജീവിച്ചിരിക്കണം, ജീവിച്ചുകൊള്ളണം. ഒരു തെറ്റും വരാനിട വരരുത്. ഒരിക്കലും ശീതവാനോ ഉഷ്ണവാനോ ആയിരിക്കാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്, നിത്യനരകത്തിയിലേക്ക് എറിയപ്പെടുമെന്ന്. ദൈവരാജ്യത്തിൻ്റെ അവകാശം കിട്ടുക, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടുക, എന്തൊരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കുക. എല്ലാം സ്വർഗത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ചെവി കൊടുത്ത് ജീവിക്കാൻ ഇടയാകുക. എന്നും യേശുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ഇടയാകുക. എന്തിനും ഏതിനും, ഏത് ചെറിയ കാര്യം വന്നാലും ഏത് വലിയ കാര്യം വന്നാലും, എന്തെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു അരികിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് തരാനാണ് കർത്താവോട് വിളിച്ചു കൂട്ടിയത്. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം പറയുകയാണ്, ഇപ്പോൾ അത് ചെയ്യേണ്ട സമയമാണ്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും, നിങ്ങളുടെ അവയവങ്ങളെ കേട്ടുള്ളൂ. നമ്മുടെ ഓരോരുത്തരെയും അവയവങ്ങളെ എങ്ങനെയാണ്? അവയവങ്ങളെ ഒരു കാലത്ത് അധർമ്മത്തിനും അശുദ്ധിക്കും നാം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. കേട്ടോ, നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട്? ആരെല്ലാം വ്യക്തമായി തീരുമാനം എടുക്കുന്നുണ്ട്? എൻ്റെ കർത്താവേ, ഇന്നെന്നെ കഴുകി തരണമേ, അവിടുത്തെ തിരുരക്തം എൻ്റെ മേൽ പുരട്ടണമേ, തിരുരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തരണമേ, കർത്താവേ, തിരുരക്തത്താലിനെ മുഴുവനായും കഴുകണമേ, കർത്താവേ, ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ അറിഞ്ഞുകൂടാ, ഇനി എന്തെങ്കിലും നമുക്ക് തമ്മിൽ ഒരുമിച്ച് കാണാൻ കഴിയുമോ അറിഞ്ഞുകൂടാ. അവിടെ പറയുകയാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം എത്രയാകുന്നു എന്ന്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ജീവിതം മുഴുവനായും ക്രിസ്തുവിന് കൊടുക്കൂ. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയൂ, പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയൂ, പാപപ്രവൃത്തികളോട് യാത്ര പറയൂ, പാപചിന്തകളോട് യാത്ര പറയൂ. ശീതവാനും ഉഷ്ണവാനുമായിട്ടല്ല കർത്താവേ, ഞാൻ എന്നും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് കിട്ടിയ ഒരു ദൈവത്തിലായിട്ട് ഞാൻ ജീവിക്കും. കർത്താവേ, ഇന്ന് എന്നെ കഴുകിയാൽ, ഇപ്പോൾ എനിക്കൊരു കഴുകൽ തന്നാൽ, ഇപ്പോൾ എൻ്റെ പേര് അവിടുന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തന്നാൽ, ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെല്ലാം കർത്താവേ എനിക്കൊന്ന് കഴുകി തരുമെങ്കിൽ കർത്താവേ, ഇന്ന് മുതൽ, ഈ സമയം മുതൽ ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കും. കർത്താവേ, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, പുതിയ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകരണമേ, എൻ്റെ നാഥ ഞങ്ങളോട് മനസ്സലിയണമേ. അങ്ങനെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ വന്നതെല്ലാം വന്നുപോയി, സംഭവിച്ചതെല്ലാം സംഭവിച്ചുപോയി, കർത്താവേ, ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. ആരെല്ലാം അങ്ങനെ വ്യക്തമായി തീരുമാനമെടുക്കുന്നുണ്ട്? വ്യക്തമായ തീരുമാനം. ഇനി എനിക്ക് വേണ്ട, ഇനി എനിക്ക് ഈ ലോകത്തിൻ്റെ ഇമ്പം വേണ്ട, ഇനി ഞാൻ ഒരിക്കലും ആരുടെയും തോളെ കൈയിട്ടുകൊണ്ട് കർത്താവിൻ്റെ മകനാണെന്നുള്ള ലേബിലല്ലാതെ ലോകത്തിൻ്റെ ദാസനായി ജീവിക്കുകയില്ല. ആരെല്ലാം അങ്ങനെ തീരുമാനമെടുക്കുന്നുണ്ട്? ആ തീരുമാനം എഴുതിയെടുക്കാൻ ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവിക്കുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ നമ്മുടെ ഓരോരുത്തരെയും നമ്മളെ ചുവന്നുകൊണ്ട് നടക്കുവാൻ ദാവീദിന് എന്നാണ് ധൈര്യം വന്നത്? ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തനായ ശേഷമാണ് ദാവീദ് കരടിയെയും സിംഹത്തെയും നേരെ അടിച്ചു കൊന്നത്. എങ്ങനെയാണ് അഭിഷിക്തനായി തീരുന്നത്? പാപത്തോട് യാത്ര പറയുന്നു, എന്നേക്കുമായി ജീവിതം കർത്താവിനായി വിട്ടുകൊടുക്കുന്നു, സമ്പൂർണമായി സമർപ്പണത്തിലേക്ക് വരുന്നു. കർത്താവേ, ഞാനിതാ എൻ്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും സമ്പൂർണ്ണ യാഗമായി ഫലമേൽപ്പിക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി ഒരു കാലത്ത് സമർപ്പിച്ചിരുന്നു. എന്നാൽ കർത്താവേ, ഞാനിതാ ഇന്ന് എൻ്റെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കും വിശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിക്കുകയാണ്. കർത്താവേ, വന്നത് വന്നുപോയി. കർത്താവേ, കഴിഞ്ഞ മാസം വന്നപ്പോഴും ഞാൻ തീരുമാനമെടുത്തു, കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാൻ തീരുമാനമെടുത്തു, ഞാൻ പിന്നെയും വീണുപോയി. കർത്താവേ, വീഴുന്നവരെ താങ്ങുന്ന ജീവനുള്ള ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്ന ജീവനുള്ള ദൈവം, കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ജീവനുള്ള ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവം, കണ്ണുനീര് കാണുന്ന ജീവനുള്ള ദൈവം, തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കുന്ന ജീവനുള്ള ദൈവം, തിരുരക്തത്തിന് മുദ്ര തരുന്ന ജീവനുള്ള ദൈവം. നെടുവീർപ്പിട്ട് കരയാൻ ആരംഭിക്കൂ. നെടുവീർപ്പിട്ട് കരയുന്നവരെ പറയുന്ന വിശുദ്ധന്മാരായി തീരാൻ, നെടുവീർപ്പിട്ട് കരയുന്ന വൃതന്മാരായി തീരാൻ, നെടുവീർപ്പിട്ട് കരയുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുന്ന ജീവനുള്ള ദൈവം, ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ തോളിലേറ്റ് നടത്തുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്തിന് വലയണമെന്ന് കർത്താവ് ചോദിക്കുകയാണ്. നീ എന്തിന് തകർന്നിരിക്കണം? നീ എന്തിന് നിരാശപ്പെട്ടിരിക്കണം? മകനെ, കഴിഞ്ഞ കാലങ്ങളെല്ലാം ഞാൻ കഴുകിത്തരാമെന്നാണ് കർത്താവ് പറയുന്നത്. എല്ലാം കഴുകിത്തരുന്ന ക്രൂശിലെ സ്നേഹം, എല്ലാം
എല്ലാം കഴുകാൻ യേശു വന്നിട്ടുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരുടെയും മുമ്പിൽ കർത്താവ് നിൽക്കുകയാണെന്ന് വിശ്വസിക്കൂ. ആണിപ്പാറുള്ള കരം നിങ്ങൾ കാണൂ. അവിടെ നാം അടിച്ചു തകർക്കപ്പെട്ടതായ കരം, നമ്മളാൽ അടിച്ചു തകർക്കപ്പെട്ട കരം വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയപ്പോൾ വീണ്ടും വീണ്ടും അടിച്ചു തകർക്കപ്പെട്ടു. വീണ്ടും വീണ്ടും ആണി അടിച്ചു തകർക്കപ്പെട്ട കരം, ആ കരം ഇപ്പോൾ നമ്മുടെ ശിരസിൽ വെക്കുന്നതിന് വ്യക്തമായി തീരുമാനമെടുക്കൂ. കർത്താവേ, വന്നത് വന്നുപോയി എന്ന് പറയൂ. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയൂ. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയൂ. പുതിയ ജീവിതത്തിനായി തുടക്കം കുറിക്കൂ. പഴയതിനോടെല്ലാം യാത്ര പറയൂ. ആരെല്ലാം പറയുന്നുണ്ട് ഇന്ന് സുപ്രസാദ കാലമാണ്, ഇപ്പോൾ രക്ഷാ സമയമാണ്, രക്ഷകൻ അരികെ നിൽക്കുകയാണ്. ആണിപ്പാടുള്ള കരം നമ്മുടെ കയ്യിൽ വെക്കുവാൻ ആവലോടെ കർത്താവ് നിൽക്കുകയാണ്. ആരെല്ലാം പറയുന്നുണ്ട്? ഈ വ്യക്തമായി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിന് ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. പാപത്തോട് ഞാനിതാ യാത്ര പറയുന്നു. സാത്താനോട് ഞാനിതാ യാത്ര പറയുന്നു. യേശുവിനെ എന്റെ സ്വന്തം രക്ഷകനും എന്റെ സ്വന്തം രക്ഷകർത്താവുമായി, എന്റെ കർത്താവായി, എന്റെ ഉടയവനായി, എന്റെ യജമാനായി ഞാനിതാ ഹൃദയത്തിലേക്ക് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് എന്നെ കഴുകണമേ, അവിടുന്ന് തിരുരക്തത്താൽ എന്റെ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ. ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും തിരുരക്തത്താൽ എനിക്ക് കഴുകിത്തരണമേ. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. അവിടുത്തെ അത്ഭുത കരുണ ചൊരിയണമേ. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമേ. ഞങ്ങൾക്ക് പുതിയ ഹൃദയം തരണമേ. തിരുരക്തത്തിന്റെ അടയാളം തരണമേ. എന്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനായി സ്തുതി. അവിടുന്ന് പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതി. രോഗങ്ങൾ അവിടുന്ന് മാറ്റിയതിനായി സ്തുതി. തിരുരക്തം പുരണ്ട കരം അവിടുന്ന് തൊട്ടതിനായി സ്തുതി. എല്ലാം ദാനമാകിയാൽ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ.